ഞങ്ങളെ സംബന്ധിച്ച് അധികാരത്തിന് വേണ്ടിയിട്ട് മത്സരിച്ച ആളുകളല്ല. 25 പാർട്ടികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് 2020 ഇല്ലാതാക്കാന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് മദ്യവും പണവും ഇഷ്ടം പോലെ ഇറക്കി എന്നുള്ളതാണത്. പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണത്. ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും വെച്ച് നോക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉള്ള ഒരു വിജയമല്ല അത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആ രീതി ചിന്തിച്ചു എന്നുള്ളതാണ്. കിഴക്കമ്പലത്തിന്റെ കാര്യത്തിലായാലും ശരി, തിരുവാണിയൂരായാലും ശരി, ഇവിടെയൊക്കെ ഭരണം ഏറ്റെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അന്തിമമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടി തീരുമാനിക്കുകയുള്ളൂ. തോറ്റു അല്ലെങ്കിൽ കുറച്ച് വാർഡുകളിൽ നമ്മൾ തോറ്റു വന്നതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലാതെയാകുന്നില്ല. ഞങ്ങൾക്ക് ബലം പ്രയോഗിച്ച് അധികാരം കിട്ടണം. കാരണം ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെയല്ല. അവർ ഭരിക്കാൻ കയറുക എന്ന് പറയുന്ന നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഫലപ്രഖ്യാപനവും കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് ചേരുന്നുണ്ട്. എങ്ങനെയായിരുന്നു 2020യുടെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങളൊക്കെ നടന്നത്? അതിന്റെ വിജയങ്ങൾ എങ്ങനെയായിരുന്നു? ചില സ്ഥലങ്ങളിലൊക്കെ തോൽവികൾ സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? സർ, എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, ഇതിപ്പോ ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നതാണത്. ഞങ്ങളെ സംബന്ധിച്ച് അധികാരത്തിന് വേണ്ടിയിട്ട് മത്സരിച്ച ആളുകളല്ല. അപ്പോൾ ആ വിധി ഞങ്ങൾ അംഗീകരിക്കുന്നു, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അവര് പല സീറ്റുകളിലും CPM-നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, കോൺഗ്രസിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അവർക്ക് അതായിരിക്കാം കൂടുതൽ മെച്ചം കിട്ടുന്നത്. ആ രീതിയിലാണ് ഞങ്ങൾ ചിന്തിക്കുന്നുള്ളത്. കാര്യം കുന്നത്തുനാട്ടിൽ എന്താണ് സംഭവിച്ചത്? അല്ല, ഇതിലിപ്പോ മൊത്തത്തില് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തില് ഇവര് LDF-ഉം UDF-ഉം അടക്കം 25 പാർട്ടികൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് 2020 ഇല്ലാതാക്കാന്നുള്ളതായിരുന്നു ലക്ഷ്യം. അതിലെ ഒരു പരിധിവരെ അവര് അതിനു വേണ്ടിയിട്ട് മദ്യവും പണവും ഇഷ്ടം പോലെ ഇറക്കി എന്നുള്ളതാണത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണത്. അപ്പോൾ പല സീറ്റുകളും നമ്മൾ നോക്കിയാൽ അറിയാം, ബ്ലോക്കിലേക്ക് നമുക്ക് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് മാത്രമായിട്ട് പർച്ചേസ് ചെയ്തിരിക്കുകയാണത്. അതാണ് കിഴക്കമ്പലത്തായാലും കുന്നത്തുനാട്ടിലായാലും മഴുവന്നൂരായാലും ഒക്കെ നടന്നിരിക്കുന്നത്. പക്ഷെ അവര് ചില സ്ഥലങ്ങളിൽ അത് വിജയിച്ചില്ല. ആ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വിജയിക്കുകയും ചെയ്തു. കിഴക്കമ്പലത്തെ ഒരു വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കിഴക്കമ്പലത്ത് ഇപ്പൊ ഞങ്ങളിപ്പോ കഴിഞ്ഞ തവണ ഞങ്ങൾ മത്സരിക്കുമ്പോൾ 19-ൽ 18 സീറ്റ് വിജയിച്ചതാണത്. അതിന് മുമ്പിലാണെങ്കിൽ 19-ൽ 17 സീറ്റ്. ഇപ്പൊ അത് ഞങ്ങൾ 21-ൽ 14 സീറ്റുകളാണ് വിജയിച്ചത്. ഞങ്ങൾക്ക് കേവലം ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും വെച്ച് നോക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉള്ള ഒരു വിജയമല്ല അത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആ രീതി ചിന്തിച്ചു എന്നുള്ളതാണത്. അല്ലെങ്കിൽ 2020 നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അവര് എത്രമാത്രം വിലയിരുത്തി അംഗീകരിച്ചു എന്നുള്ളതാണ് അതിൽ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ മാറ്റി പരീക്ഷിക്കുന്നത്. ആയിക്കോട്ടെ, അതിനെ എങ്ങനെയാണ് നമ്മൾ ഇനി നേരിടാൻ പോകുന്നത്? അല്ല, അതെല്ലാം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഫലവും നമ്മൾ അതിനെപ്പറ്റി വിശകലനം ചെയ്യാനായിട്ടുണ്ട്. ഓരോ വാർഡുകളിലും എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണെന്ന് സംഭവിച്ചതിന് ശേഷം ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ആലോചിച്ച് അതിൽ യുക്തമായിട്ടുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കും. തിരുവാണിയൂരിൽ ഇപ്പോൾ 9 സീറ്റ് കിട്ടിയിട്ടുണ്ട്. മറ്റ് പാർട്ടികളെല്ലാം കൂടെ ചേർന്നിട്ടും 9, 5, 4. അവിടെ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ? അല്ല, ഇവര് LDF UDF-ന് 5, 4 കിട്ടിയാലും ഒന്നിച്ച് തന്നെയാണത്. ഞങ്ങളാണ് ഏറ്റവും വലിയ കക്ഷി അവിടെ. പക്ഷെ അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾ ഇനിയിപ്പോൾ കൂടി ആലോചിച്ചതിന് ശേഷം ഇന്നും നാളെയൊക്കെ ആയിട്ടായിരിക്കും അതിന്റെ തീരുമാനം. അതിപ്പോൾ കിഴക്കമ്പലത്തിന്റെ കാര്യത്തിലായാലും ശരി, തിരുവാണിയൂരായാലും ശരി, ഇവിടെയൊക്കെ ഭരണം ഏറ്റെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ അന്തിമമായിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടി തീരുമാനിക്കുകയുള്ളൂ. കേരളത്തിൽ മൊത്തത്തിൽ ഒരു LDF-ന് ഒരു വലിയ ക്ഷീണം സംഭവിച്ചിരിക്കുകയാണ്. UDF പല സ്ഥലങ്ങളിലും കയറിയിട്ടുണ്ട്. അതൊരു ഭരണവിരുദ്ധ വികാരമാണെന്ന് കരുതുന്നു. അല്ല, നമുക്കിപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഭരണവിരുദ്ധം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ തന്നെയും നമ്മുടെ ശബരിമല വിഷയവും അതുപോലെയുള്ള പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത്
ചെറുതായിട്ടാണെങ്കിലും തന്നെയും LDF-നോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കുറച്ചൊക്കെ അതിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ റിസൾട്ട് കാണുന്നത്. ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിലെ ജനങ്ങളോട് എന്താണ് പറയാൻ? മുൻപ് ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്തിലെ ജനങ്ങളോട് അല്ല, അത് അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് വോട്ട് ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങൾക്ക് ബലം പ്രയോഗിച്ച് അധികാരം കിട്ടണം. കാരണം ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ലാത്തൊരു പാർട്ടിയാണ് ഞങ്ങൾ. മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ പോലെയല്ല. അവർ ഭരിക്കാൻ കയറുക എന്ന് പറയുന്ന നാടിനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് കയറുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആഗ്രഹമില്ലാത്തടത്തോളം കാലം അവരുടെ വിധി ഞങ്ങൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നു. അവരോടിപ്പോൾ അവരാഗ്രഹിച്ചതാണത്. അവർ ഭരണം നടത്തട്ടെ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്കതിൽ യാതൊരു പരാതിയില്ല. അത് സന്തോഷത്തോടുകൂടി ഈ തോൽവിയും ഞങ്ങൾ ഏറ്റെടുക്കുന്നുള്ള ആളാണ്. 2020 നൽകിയ വാഗ്ദാനങ്ങൾ ഈ തോൽവിയോട് കൂടിയിട്ട് അതും നടപ്പിലാക്കാതിരിക്കുമോ? അല്ല, ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഐക്യനാട് പഞ്ചായത്ത് അവിടെ ഞങ്ങൾ 16 വിജയിച്ചുണ്ട്. കഴിഞ്ഞ തവണ 14 വിജയിച്ചാണ്. അപ്പോൾ വിജയിച്ച വാർഡുകളിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റിയേ പറ്റുള്ളൂ. അത് ഞങ്ങളിലുള്ള വിശ്വാസം ഞങ്ങൾ എന്താണോ അത് ഏത് രീതിയിൽ നടപ്പിലാക്കാൻ പറ്റും. പക്ഷെ ഭരണമില്ലാതെ പല കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ തിരുവാണിയൂരും പൂത്തുറയ്ക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഭരണം ഏറ്റെടുക്കുന്ന പഞ്ചായത്തുകൾ തീർച്ചയായിട്ടും നമുക്കതിനുള്ള സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിനു മുമ്പായാലും നടപ്പാക്കിയിട്ടുണ്ട്, ഇനിയായാലും നടപ്പിലാക്കും. ഇവിടെ ഈ കൂടിയിരിക്കുന്ന ജനങ്ങളെ കാണുമ്പോൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, നമുക്കിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവര് തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം അതിന്റെ കൂടെ ഉണ്ടാവും. നമ്മളിപ്പോ തോറ്റു അല്ലെങ്കിൽ കുറച്ച് വാർഡുകളിൽ നമ്മൾ തോറ്റു വന്നതുകൊണ്ട് ഈ പ്രസ്ഥാനം ഇവിടെ ഇല്ലാതെയാകുന്നില്ല. ഞങ്ങൾ പൂർവാധികം ശക്തിയായിട്ട് ഇനിയും നാളെ ഒരു കാലത്ത് ജനങ്ങൾക്ക് ഞങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അന്നേരവും അതിന്റെ മുന്നിലുണ്ടാവും. ചേർത്തുപിടുത്തം ഇപ്പോഴും ഉണ്ടാവും. അല്ല, ഞങ്ങളിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ എല്ലാവരും കൂടി ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോൾ പെട്ടെന്ന് വൈകാരികപരമായിട്ട് ഒരു തീരുമാനം എടുക്കേണ്ട സംഗതിയല്ല. ഈ തെരഞ്ഞെടുപ്പിനെ മൊത്തമായിട്ട് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി അവലോകനം ചെയ്ത് അതിൽ യുക്തമായിട്ടുള്ള ഒരു തീരുമാനം സ്റ്റേറ്റ് കമ്മിറ്റിയും എല്ലാം കൂടിയിട്ട് തീരുമാനിക്കും. മൊത്തത്തിലുള്ള നമ്മുടെ ഒരു മറ്റു വാർഡുകൾ, അതായത് കിഴക്കമ്പലം, എറണാകുളം കഴിഞ്ഞിട്ടും മറ്റു ജില്ലകളിലേക്കും മത്സരിക്കുന്നുണ്ടായിരുന്നു. അവിടത്തേക്കൊരു വോട്ട് നില എത്രത്തോളം നമുക്കൊരു പ്രതീക്ഷ നൽകുന്നു? അല്ല, അങ്ങനെയുള്ള നമ്പറുകൾ, എത്ര വോട്ട്, എത്ര പെർസെന്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാതെ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കാരണം ഇപ്പോൾ തൊടുപുഴ മണക്കാട് പഞ്ചായത്തിൽ ഞങ്ങൾ 1-2 സ്ഥലത്ത് വിജയിച്ചിട്ടുണ്ട്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എത്ര പെർസെന്റേജ് വോട്ട് കിട്ടി, എത്രത്തോളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, കഴിഞ്ഞ നിയമസഭയെ വെച്ചിട്ട് അതിനേക്കാൾ കൂടുതലാണോ കിട്ടിയത്, ഇനി അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു 2020 വോട്ട് ചെയ്യാതിരുന്നതിന്റെ സാഹചര്യം എന്താണ്, അതിനെപ്പറ്റിയൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിലൊരു കൺക്ലൂഷനിലെത്താൻ പറ്റൂ. എവിടെയാണ് ഈ ഒരു വീഴ്ച സംഭവിച്ചത് അതൊക്കെ പരിശോധിച്ച് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ കൂടിയിരിക്കുന്ന ജനങ്ങളെ കാണുമ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ട്, നേടിയെടുക്കാൻ കഴിയുമെന്നാണ്. ആണോ? നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനൊപ്പം തന്നെയാണോ? 100% ഇപ്പോഴും ഞങ്ങൾ കൂടെ തന്നെയാണ്. 100%. ഉറപ്പായും ഞങ്ങൾ 2020 കീഴിലും സാബു സാറിന്റെ കീഴിലും ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ്. ഏറ്റവും നല്ലൊരു ഭരണം ഈ കേരളത്തിൽ വരുത്താൻ പറ്റിയ പാർട്ടിയാണ്. അതായത് നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അത് കളവും പിടിച്ചുപറിയും മാത്രമേ ഉള്ളൂ. പക്ഷേ 2020യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് വളരെ നയപരമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്, വിശ്വസിക്കാവുന്ന പാർട്ടിയാണ്. അത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഒരിക്കലും നമുക്ക് താരതമ്യം ചെയ്യാൻ പാടില്ല. ഇത് ജനങ്ങളുടെ പാർട്ടിയാണ്, ജനഹിതമനുസരിച്ച് പെരുമാറുന്ന പാർട്ടിയാണ്. എല്ലാ സംഗതിയും ജനങ്ങളുടെ മനസ്സറിഞ്ഞും പാവപ്പെട്ടവന്റെ അടുക്കള രഹസ്യം വരെ അറിഞ്ഞു പെരുമാറുന്ന സാധാരണക്കാരന്റെ ഒരു പാർട്ടിയാണ് 2020. ഞാൻ പറയുന്നത് അടുത്ത ഭരണം കേരളത്തിൽ ഈ 2020 ഏൽപ്പിച്ച് നല്ലൊരു സദ്ഭരണം കാഴ്ചവെക്കണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥനയും എന്റെ പ്രാർത്ഥനയും. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള അണികൾ അദ്ദേഹത്തിന്റെ പിന്നിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്ര ധൈര്യത്തോടുകൂടി പറയാൻ കഴിയുന്നത്. ഈ ഒരു തോൽവി അത് എവിടെയാണ് അവർക്ക് വീഴ്ച പറ്റിയത് അതൊക്കെ പരിശോധിച്ച് ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അത് നോക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ആ പരാജയം വിജയമാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. കിഴക്കമ്പലത്ത് നിന്നും പ്രണവ് വിജയനൊപ്പം ആർ പിയൂഷ്, മറുനാടൻ മലയാളി.